ട്രംപിന്റെ ഉറപ്പിന് പിന്നാലെ ഇറാനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടന്നുവെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ബി ദിലീപ് കുമാർ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ദിലീപ് കുമാർ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ഈ വെടിനിർത്തി സീസ് ഫയറായി, സെസേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ് എന്നൊക്കെ തന്നെ സാഹിബിൻ്റെ ഭാഷയിൽ പറഞ്ഞു, എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ പിന്നീട് മാളൂർ കേൾക്കുന്ന വെടിയുടെ ഒച്ചയാണ്. അപ്പോൾ ഈ ഒച്ച ഇപ്പോൾ തൽക്കാലം നിലച്ചു എന്ന് പറയുന്നു. എങ്കിലും ആളുകൾക്ക് വിശ്വാസം വന്നിട്ടില്ല. പശ്ചിമേഷ്യ സമാധാനത്തിൻ്റെ പാതയിലേക്കെന്ന സൂചനയാണ് ഇന്നത്തെ പുലരി തന്നത്. പക്ഷേ അതിനുശേഷം നിരവധി തവണ സ്ഫോടന ശബ്ദങ്ങൾ ഇരു രാജ്യങ്ങളിലുമുണ്ടായി. ഇറാനും ഇസ്രായേലും പരസ്പരം ആക്രമിച്ചു. രാവിലെ 9:30 ഇന്ത്യൻ സമയം രാവിലെ 9:30 ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇറാൻ അറിയിച്ചത്. പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന കാര്യം പറഞ്ഞു. അതിനിടെയാണ് ഇറാൻ വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ഇസ്രായേലിൽ ആക്രമണം നടത്തി എന്ന ആരോപണവുമായി ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി രംഗത്തെത്തിയത്. ശക്തമായ തിരിച്ചടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ ഭാഷയിൽ ഇസ്രായേലിനെ വിമർശിച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് അദ്ദേഹം ഇറാനിലേക്ക് ബോംബുകൾ വർഷിക്കുന്ന അവിടുത്തെ ബോംബർ വിമാനങ്ങളുടെ പൈലറ്റുമാരെ തിരികെ വിളിക്കൂ എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇനി ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന കാര്യവും ട്രംപ് ഹേഗിലെ നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു. ആ ഉറപ്പിൻ്റെ പിൻബലത്തിൽ ഇന്ന് ഈ രാത്രിയിലേക്ക് കടക്കുമ്പോൾ ഏതാണ്ട് വീണ്ടും സമാധാനത്തിൻ്റെ തന്നെ പാതയിലേക്ക് പശ്ചിമേഷ്യ പോകുന്നുണ്ട് എന്ന സൂചനകൾ നൽകുന്നുണ്ട്. നേരത്തെ നടന്നതിൻ്റെ ഒരു ആവർത്തനം ഇനി ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ഈ സമാധാന പാതയിലേക്ക് നയിച്ചതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുറമെ നിരവധി പേർ, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഇറാൻ ഭരണകൂടവുമായി സംസാരിച്ചത് അദ്ദേഹമാണ്, ഖത്തർ അമീർ, അതോടൊപ്പം തന്നെ ഖത്തറിൻ്റെ പ്രധാനമന്ത്രി, ഇവരൊക്കെ ഈ സമാധാന ദൗത്യത്തിൽ പങ്കാളിയായിരുന്നു. ഇനി കാതലായ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകപക്ഷീയമായ ഒരു ആക്രമണം ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് ഇറാൻ ആരോപിച്ചിരുന്നത്. ആ കാര്യം അതോടൊപ്പം തന്നെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ഹമാസിനെതിരായിട്ടുള്ള ആക്രമണം കൂട്ടക്കുരുതി, ഈ ഗാസയിലെ ആക്രമണങ്ങൾ ഇനി അവസാനിപ്പിക്കണം, അവിടെയും വെടിനിർത്തൽ വേണം എന്ന ആവശ്യം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ജർമ്മനി അടക്കമുള്ള ചില രാജ്യങ്ങൾ ഈ ആവശ്യം ഇതിനകം തന്നെ ഇപ്പോൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ആ തകർത്തത് എത്രത്തോളമാണ് എന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഈ അവകാശവാദം ശരിയാണോ എന്നത് സംബന്ധിച്ചോ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇക്കാര്യത്തിൽ ഇറാൻ പരിശോധനയ്ക്കായി ആണവ നിലയങ്ങൾ തുറന്നു കൊടുക്കുക എന്നതാണ് പോംവഴി. അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഈ ആണവ നിലയങ്ങളിലുള്ള IAEA രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ ക്യാമറകൾ പ്രവർത്തനരഹിതമായതാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൊണ്ടുപോയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ഇറാൻ അങ്ങനെ അവകാശപ്പെട്ടിരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ ABC ചാനലിന് നൽകിയ അഭിമുഖത്തിൽ 10 അണുബോംബ് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഏതാണ്ട് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് ഇറാൻ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് എവിടെയാണെന്ന് എന്നതറിയില്ല. ഇനി ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുമെന്നാണ് JD വാൻസും പറഞ്ഞിട്ടുള്ളത്. അതായത് ആ നിലയിൽ അത്തരത്തിലൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി തുടർ പരിശോധനകളൊക്കെ വേണ്ടിവരും. ഇപ്പോഴേതായാലും സമാധാനത്തിൻ്റെ പാതയിലേക്ക് പശ്ചിമേഷ്യ കടന്നു പോകുന്നുവെന്ന് നമുക്ക് വിലയിരുത്താം. SKN. Okay, thank you.